ഭഗവത്ഗീത ഒന്നാം അധ്യായം അർജുനൻ്റെ വിഷാദാവസ്ഥ വിശദമാക്കുന്നു. ഈ വിഷാദാവസ്ഥയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പാർത്ഥസാരഥി മുഴുവൻ ലോകത്തിനും എക്കാലത്തേക്കും വേണ്ടുന്ന ഗീതാമൃതം പങ്കുവച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുണ്ട് വിഷാദഭാവത്തിന്. നമുക്കൊക്കെ വിഷാദം ബാധിക്കുന്നത് രോഗമായിട്ടാണ്. വിഷാദബാധയുള്ള ആളെ നമ്മൾ വിഷാദ രോഗി എന്നാണ് വിളിക്കുക. ഇവിടെ പക്ഷേ പ്രഥമ അധ്യായത്തിന് വിഷാദ യോഗം എന്ന വിശേഷണം നൽകിയിട്ടുണ്ട്. രോഗം എന്ന് ആക്ഷേപിക്കുകയല്ല, യോഗം എന്ന് അഭിനന്ദിക്കുന്നു. എങ്ങനെയാണ് ഭഗവാൻ ഈ ഉപദേശത്തിന് അർജുനനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്? അർജുനന് ബാധിച്ച വിഷാദത്തിൻ്റെ പരമകാഷ്ഠയിൽ അർജുനൻ സർവേശ്വരന് മുന്നിൽ പാർത്ഥസാരഥിയെ സർവജ്ഞനായി സർവേശ്വരനായി തിരിച്ചറിഞ്ഞ് തന്നെ സമർപ്പിക്കാൻ തയ്യാറായി. ഈ ഒരു സമർപ്പണം കൊണ്ട് രോഗം യോഗമായി തത്വജ്ഞാന ഉപാധിയായി പരിണമിച്ചു എന്ന നിലയിൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഇങ്ങനെ പറയാൻ കാരണം, അതാത് സമയങ്ങളിൽ നമ്മെ ബാധിക്കാറുള്ള ഇത്തരം വൈകാരിക പ്രശ്നങ്ങളെയൊക്കെ സർവേശ്വര തൃപ്പാദങ്ങളിൽ സമർപ്പണം ചെയ്തുകൊണ്ട് അവയുടെയൊക്കെ ഒരു ഊർജം, എല്ലാ വികാരങ്ങളെക്കുറിച്ചുമുള്ള ഒരു നിരീക്ഷണം, സ്വാമി ഇമോഷൻ എന്ന പ്രയോഗത്തിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വായിക്കുകയായിരുന്നു. എനർജി ഇൻ മോഷൻ. വാട്ട് ഈസ് എൻ ഇമോഷൻ? എനർജി ഇൻ മോഷൻ. ആശയം ഇതാണ്: ഏത് വികാരത്തെ സംബന്ധിച്ചിടത്തോളവും അത് ശുഭാത്മകമാകട്ടെ ഋണാത്മകമാവട്ടെ. ശുഭാത്മകം എന്നുള്ളതിന് മറ്റൊരു പ്രയോഗം ധനാത്മകം എന്നാണ്. പക്ഷെ ധനാത്മകം എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുക, എന്തോ കാശുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അവരൊറ്റ വിചാരമേ ഉള്ളൂ ചോദിക്കുക. ധനാത്മക വികാരമാകട്ടെ അഥവാ വിപരീതമായ ഋണാത്മക വികാരമാകട്ടെ, അതിലൊക്കെ ഊർജം നിഹിതമായിട്ടുണ്ട്. ഈ ഊർജത്തെ ശുഭകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് കരുതലോടെ നാം സാധിക്കേണ്ട ഒരു കാര്യം. അർജുനൻ അത് ആഴത്തിൽ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ആലോചിച്ച് നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നമുക്ക് സാധിക്കും എന്ന് തീരുമാനിക്കണം. കാരണം അർജുനം നിമിത്തീകൃത്യ, അർജുനനെ ഒരു നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ ലോകത്തിന് മുഴുവൻ ഉപദേശിച്ചു എന്നാണ്. അപ്പം നമുക്കൊക്കെ വിഷാദം വരുന്ന സമയത്ത് അഥവാ അന്നിലയിലുള്ള ഏതെങ്കിലും വിപരീത വികാരങ്ങൾ നമ്മെ ആകെ തകർത്ത് കളയുന്ന സമയത്ത്, തളർത്തിക്കളയുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ വലിയൊരു സാധ്യത ഒളിഞ്ഞിരിക്കുന്നു. അവിടെ വലിയൊരു സാധ്യത ഒളിഞ്ഞിരിക്കുന്നു. ഇവിടെ അർജുനൻ്റെ വിഷാദം യോഗമായി മാറിയ രംഗമാണ് നമ്മൾ കാണാൻ ശ്രദ്ധിക്കുന്നത്. ദുര്യോധനൻ്റെ ഒരു പ്രസ്താവന അതിരു കടന്നുപോയി എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടായി. ഏതാണ് ആ പ്രസ്താവന? മദർത്ഥേ ത്യക്ത ജീവിതാഹ. എനിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർ. കുടുംബ ജീവിതത്തെ ആയാലും ശരി, സാമൂഹിക ജീവിതത്തെ ആയാലും ശരി, സൗഹാർദ്ദ ജീവിതമായാലും ശരി, സാംസ്കാരിക ജീവിതമായാലും ശരി, ഔദ്യോഗിക ജീവിതമായാലും ശരി, എവിടെയൊക്കെ ആരൊക്കെ മദർത്ഥേ ത്യക്ത ജീവിതാഹ എന്ന് മറ്റുള്ളവരെ വിലയിരുത്തുന്നുവോ, ഇവരൊക്കെ എനിക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാൻ നിയുക്തരാണ് എന്ന് മറ്റുള്ളവരെക്കുറിച്ച് ആരൊക്കെ ഇടിച്ചു താഴ്ത്തി ചിന്തിക്കുന്നുവോ,
മറ്റുള്ളവരെ ലഘുവായിട്ട് ആരൊക്കെ കാണുന്നുവോ, അടിമകളായിട്ട് ആരൊക്കെ കാണുന്നുവോ, അവരൊക്കെ കുടുംബ ഭദ്രതയെ, സമാജ അഭിവൃദ്ധിയെ, രാഷ്ട്ര ശ്രേയസ്സിനെ, ഔദ്യോഗിക മേഖലയിലുള്ള പുരോഗതിയെ, സാംസ്കാരികമായ ഉന്നമനത്തെ ഒക്കെ തുരങ്കം വയ്ക്കുന്നവരാണ് എന്ന് നിരീക്ഷിക്കാതെ വയ്യ. മറിച്ച് ഏത് വ്യവഹാരങ്ങളിലും ഏത് ബന്ധങ്ങളിലും പരസ്പര ആദരവും പ്രേമവും നിലനിർത്തണം. മറ്റുള്ളവർക്കുള്ള ഇടം അനുവദിച്ചു കൊടുക്കാനുള്ള ഔചിത്യ ബോധം പാലിക്കണം. മറ്റുള്ളവർക്കുള്ള ഇടം അനുവദിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഔദാര്യമല്ല, മറിച്ച് അവർക്ക് അർഹതപ്പെട്ടതാണ്. അതാണ് ആദരണീയമായ ബോധ്യം, സമീപനം. നമ്മളെന്തോ ഔദാര്യം ചെയ്യുന്നത് പോലെ അല്ല ചെയ്യേണ്ടതെന്ന് പറയുക. എന്നാ ശരി, ഇതാ പിടിച്ചോ, അങ്ങനെയല്ല, മറിച്ചത് ഏവർക്കും അർഹതപ്പെട്ടതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ സാമ്പത്തിക രംഗത്ത് ഓഡിറ്റിംഗ് എന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. വരവ് ചെലവ് കണക്കുകളൊക്കെ പരിശോധിച്ച് ലാഭനഷ്ടങ്ങളെ കണക്കാക്കുന്ന ഏർപ്പാട്. ഇതുപോലെ തന്നെ ഒരു കുടുംബ ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ച്, കുടുംബ ജീവിതത്തിലൊരു ഓഡിറ്റിംഗ്, സാമാജിക ജീവിതത്തിലൊരു ഓഡിറ്റിംഗ്, നാം വ്യവഹരിക്കുന്ന മേഖലകളിലൊക്കെ വൈകാരികവും വിചാരപരവുമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിക്കുന്ന ഒരു കണക്കെടുപ്പിന് നമുക്ക് ഉത്സാഹമുണ്ടായാൽ തിരക്കേടില്ല. ഓരോ ദിവസവും വ്യക്തികൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ആർക്കൊക്കെ ഞാൻ വേദന സമ്മാനിച്ചു, നോവ് സമ്മാനിച്ചു, ആരിൽ നിന്നൊക്കെ ഞാൻ നോവ് ഏറ്റുവാങ്ങുകയുണ്ടായി, ആരൊക്കെ എന്നെ അവഗണിച്ചതായ ഒരു സങ്കടം എനിക്കുണ്ട്, ഞാൻ ആരെയൊക്കെ തിരക്കിനിടയിൽ അവഗണിച്ചു പോയി, ഈ പ്രകാരമൊക്കെ ഒരു പരിശോധന, ആത്മപരിശോധന ദിവസവും നടത്താം. കുടുംബാംഗങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ കഴിയുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ തരത്തിലുള്ള ഒരു വൈകാരികവും വൈചാരികവുമായ അവസ്ഥകളെക്കുറിച്ചുള്ള കണക്കെടുപ്പ് നടത്താവുന്നതാണ്. ഇത് പ്രായോഗികമായി തോന്നുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. ദീർഘനിശ്വാസങ്ങളെ അവഗണിക്കാതെ പോകാം. കാരണം കുടുംബജീവിതം നമുക്ക് സത്യസാക്ഷാത്കാരത്തിൻ്റെ പാതയിലുള്ള ഒരു പരിശീലന കളരി എന്നുള്ള നിലയിലാണ് ആചാര്യന്മാർ അനുവദിച്ചു തന്നിരിക്കുന്നത്. കുടുംബജീവിതത്തെക്കുറിച്ച് ഇത് യജ്ഞമാണ് എന്ന് പറയും. യജ്ഞത്തിൻ്റെ മുഖ്യ ഘടകം എന്ന് പറയുന്നത് സഹവർത്തിത്വമാണ്. അപ്പം എല്ലാവരും സഹവസിക്കുന്നതിലൂടെ ഓരോരുത്തരുടെയും വ്യക്തിത്വ വികാസം ഉറപ്പാക്കപ്പെടണം. ഈ സഹവർത്തിത്വത്തിൽ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും സമീപനങ്ങളാണ് വിജയിക്കേണ്ടത്. സമരസതയുടെ ശ്രുതി ലയ താളമാണ് സാക്ഷാത്കരിക്കപ്പെടേണ്ടത്. ആ നിലയിലുള്ള ഒരു പരിശോധനയ്ക്ക് നമുക്ക് സാവകാശമുണ്ടാവട്ടെ. കുടുംബാംഗങ്ങൾ ദീർഘനിശ്വാസം പൊഴിച്ചു ജീവിതം ഇനി എങ്ങനെയോ ജീവിച്ച് തീർക്കണം എന്ന നിലയിൽ തള്ളാതിരിക്കട്ടെ. പലരും അങ്ങനെയാണ് പറയാറുള്ളത്. ഇനിയിപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് എന്താ സ്വാമി, ഇത്രയും കാലം കഴിഞ്ഞില്ലേ, ഇനി കുറച്ചു കാലം കൂടിയല്ലേ, അങ്ങനെ കഴിയട്ടെ. അങ്ങനെ ആരും എഴുതി തള്ളിക്കൂടാ. കാരണം നിയാമകൻ നമുക്ക് വലിയൊരു അവസരം തന്നിരിക്കുകയാണ്. ലോകജീവിതം, വിശേഷിച്ചും മാനവ ജന്മം എന്നുള്ളത് നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരമായി ഗണിക്കണം. സൃഷ്ടിക്ക് ഉപനിഷത്ത് പറയുന്ന, പുരാണ ഇതിഹാസങ്ങളൊക്കെ പറയുന്ന ന്യായം അതെന്താണ്? മനുഷ്യന് ഭോഗ അപവർഗത്തിന്, കർമ്മവാസനകൾക്കനുസരിച്ചുള്ള ഇന്ദ്രിയ ഭോഗത്തിനും സർവോപരി അപവർഗത്തിനും മോക്ഷത്തിനുമുള്ള അവസരമാണ് ഒരുക്കി തരുന്നതെന്നാണ്. അപ്പം അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഒരു ലോകം തന്നിട്ട് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ഇതിനെ എഴുതി തള്ളുക എന്ന് പറഞ്ഞാൽ
വലിയ അന്യായമായി പോകും. ഭഗവാൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തൊരു ശ്ലോകമുണ്ട്. സ്ഥിത്വാസ്യാം അന്തകാലേപി ബ്രഹ്മനിർവാണം ഋച്ഛതി. ഏറ്റവും ഒടുവിലത്തെ ഒരു അവസ്ഥയിലായാലും ശരി, അതായത് ഏറ്റവും പ്രായമായി മരണശയ്യയിൽ കിടക്കുമ്പോഴായാലും ഈ ഒരു ബോധ്യം ഉണർന്നു വരുന്നത് സ്വീകാര്യമാണ്, ആദരണീയമാണ് എന്ന് ഭഗവാൻ പറയുമ്പോൾ അത് സാധ്യമാണ് എന്ന ധ്വനി കൂടി അതിലുണ്ട്. അത് നമുക്ക് അനുബന്ധമായി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. അതുകൊണ്ട് ആരും എഴുതി തള്ളരുത്. എത്ര പ്രായമായാലും ശരി, ഇനി അങ്ങോട്ട് സഹവർത്തിത്വത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണ വ്യക്തിത്വ വികാസം. ചിലർ അവകാശപ്പെടുന്നത് വീട്ടിൽ നിന്നൊക്കെ എന്നെ എല്ലാവരും തള്ളി പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് സൗകര്യമായി, ഇനിയിപ്പോൾ ഇത് മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. അങ്ങനെ തള്ളിപ്പറഞ്ഞവരെയും കൂടി നാം നമ്മുടെ സ്നേഹത്തിൻ്റെ കരവലയത്തിൽ സമാശ്ലേഷിക്കുമ്പോഴാണ് ശരിയായ പുരോഗതി ഉണ്ടാവുക എന്ന് പറയാം. അവരിലെയും ഈശ്വരാംശത്തെ അംഗീകരിക്കാനും ആദരിക്കാനും കഴിയുമ്പോഴാണ് നാം പുരോഗമിക്കുന്നത്. അതിനാണ് കുടുംബജീവിതം എന്ന ഒരു സൗകര്യം പകർന്നു തന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. വൈരാഗ്യം എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടമല്ല എന്ന് പറയും, മറിച്ച് പക്വത കൊണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പരിണതിയാണ്. ആ പരിണതിയെ നമ്മൾ സംഗതി ഇങ്ങനെയൊക്കെ ആയിപ്പോയി, രക്ഷയില്ല, അതുകൊണ്ട് എന്ന നിലയിൽ സ്വീകരിച്ചുകൂടാ, പരിഗണിച്ചുകൂടാ. മദർത്ഥേ ത്യക്ത ജീവിത എന്ന് ദുര്യോധനൻ പറഞ്ഞു. അതാണ് നമ്മൾ ഇത്രയും വിചാരത്തിന് വിധേയമാക്കിയത്. തുടർന്ന് ദുര്യോധനൻ ദ്രോണാചാര്യരോട് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? പല അധ്യാപകന്മാരും കഥകളെ കൊല്ലുന്ന ഒരു പ്രയോഗമില്ലേ? കഥകളെ കൊല്ലരുത് എന്നാണ്. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, നെവർ ടീച്ച് എ സ്റ്റോറി, ടെൽ എ സ്റ്റോറി. ടെൽ എ സ്റ്റോറി, നെവർ ടീച്ച്. പഠിപ്പിക്കരുത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പല അധ്യാപകന്മാരും അച്ഛനമ്മമാരും കഥ പറയുന്നവരും ഒക്കെ കഥയുടെ അവസാനം പറയാതെ വയ്യ എന്നുള്ള നിലയിൽ മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ് എന്ന് എഴുന്നള്ളിക്കുന്നവരാണ്. അങ്ങനെ കഥയെ നശിപ്പിക്കാതെ കഥാലോകത്തിലൂടെ സഞ്ചരിക്കാൻ കുട്ടികൾക്ക് അനുവാദം കൊടുക്കുകയാണ് വേണ്ടത്. ഏതായാലും ആ പ്രയോഗം നമുക്ക് അവിടെ എടുത്ത് ഉപയോഗിക്കാം. ഇതുവരെ താൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്താണ് എന്ന് 10-ാമത്തെ ശ്ലോകത്തിൽ ദുര്യോധനൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറയുന്നത് പോലെ എന്താ ഇപ്പം ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്? അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. രണ്ട് സൈന്യങ്ങളെയും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന. ഈ പ്രസ്താവനയെക്കുറിച്ച് ആചാര്യന്മാർ വളരെ ആവേശത്തോടുകൂടി പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ദുര്യോധനൻ എന്തൊരു സമർത്ഥനായ പൊളിറ്റീഷ്യനാണെന്ന്. പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ കാലത്തിന് യോജിച്ച ഒരു രാഷ്ട്രീയ നേതാവ്. രാഷ്ട്രത്തോട് പ്രതിബദ്ധത പുലർത്തുന്നത് രാഷ്ട്രീയം എന്ന അർത്ഥത്തിലല്ല കേട്ടോ, മറിച്ച് സങ്കുചിത സ്വാർത്ഥങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള ഉപാധിയായി രാഷ്ട്രീയത്തെ വളച്ചൊടിച്ച് ഒന്നിനോടും പ്രതിബദ്ധതയില്ലാതെ കാര്യസാധ്യം മാത്രം ലക്ഷ്യമാകുന്ന സമീപനം, ആ രാഷ്ട്രീയം എക്കാലത്തും അപലപിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു അപലപനീയമായ നിലപാട്, ഗർഹണീയമായ, ഉപേക്ഷിക്കപ്പെടേണ്ടതായ, ആക്ഷേപിക്കപ്പെടേണ്ടതായ ഒരു നിലപാട് ദുര്യോധനൻ പുലർത്തുന്നു. അതിൻ്റെ ഒരു അവസാന ഭാഗമായിട്ട് കാണണം. ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിടത്ത് അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. ഭീഷ്മരാൽ അഭിരക്ഷിതം, സർവഥാ രക്ഷിക്കപ്പെടുന്ന, അസ്മാകം തത് ബലം, ആ ബലം എന്ന് പറയുന്നു.
എൻ്റെ ആ ബലം എന്ന് പറഞ്ഞത് ദുര്യോധനും ദ്രോണാചാര്യരുമൊക്കെ മുൻനിരയിൽ നിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് തൊട്ടു മുന്നിലുള്ള പാണ്ഡവ സൈന്യത്തെ ആയിരിക്കുമല്ലോ. ബാക്കി ഇങ്ങനെ പിറകിൽ നീണ്ടു കിടക്കല്ലേ. അതുകൊണ്ട് അസ്മാകം തത്, ആ ബലം അപര്യാപ്തമാകുന്നു. അപര്യാപ്തം എന്നുള്ളതിന് വാഗർത്ഥം സംസ്കൃതമാണ്, ഓർമ്മിക്കണം. പരിധിയില്ലാത്തത്, പരിമിതിയില്ലാത്തത്. അങ്ങനെ തന്നെ ആവണമെന്നില്ല. നാളെ മറ്റന്നാൾ യുദ്ധത്തിൽ തോറ്റ് പിന്മാറിയ ദുര്യോധനുമായിട്ടൊരു മുഖാമുഖം സംഘടിപ്പിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇതുദ്ധരിച്ചാരെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ ഞാൻ അപ്പളേ ചൂണ്ടിക്കാണിച്ചതല്ലേ അപര്യാപ്തമെന്ന് പറയുമ്പോൾ അവിടെ ദുര്യോധനൻ എന്താ അർത്ഥമാക്കുക? പോരാ, വേണ്ടത്ര പര്യാപ്തമായിരുന്നില്ല. ഇങ്ങനെ വളച്ചൊടിക്കാൻ സൗകര്യമുള്ള സാധ്യതയുള്ള വാക്പ്രയോഗം നടത്തിയത് ദുര്യോധനന്റെ ഉള്ളിലെ രാഷ്ട്രീയക്കാരനാണ്, ദുരുപദിഷ്ട രാഷ്ട്രീയക്കാരനാണ്. അതാണ് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപര്യാപ്തം. ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ ആ സൈന്യം പോരാ എന്നോ, അല്ലെങ്കിൽ പാണ്ഡവ സൈന്യത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ ഇത് കണക്കറ്റതാണെന്നോ അർത്ഥമാക്കാം. ഏതേഷാം ഇതം, ഇവരുടെ ഈ ഭീമാഭിരക്ഷിതം ബലം, ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന സൈന്യമാകട്ടെ പര്യാപ്തമാണ് എന്നും പരിധിയുള്ളതാണ് എന്നും പരിമിതിയുള്ളതാണ് എന്നും വ്യാഖ്യാനിക്കാം. ഇതിൻ്റെ വിവിധ വശങ്ങൾ നമുക്ക് വിശദമായി ഇങ്ങനെ ചർച്ച ചെയ്യാവുന്നതാണ്. ഏതായാലും അയൽക്കാരൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെയോ ഒക്കെ പല വസ്തുതകളും എടുത്തു വെച്ച് തിരിച്ചും മറച്ചും ചർച്ച ചെയ്തു. അവർ പോലും അത്രയും ഗൗരവത്തിലെടുക്കാത്ത വിഷയങ്ങളിലൊക്കെ നമ്മളാണ് തീരുമാനങ്ങളിൽ എത്തിച്ചേരുക. അന്നലയിലൊക്കെ ഉത്സാഹിക്കുന്നതിനേക്കാൾ ഭേദമാണ്. അതെ, ഭഗവത്ഗീത 1-ാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൽ ദുര്യോധനൻ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും? അത് കുറേ ചർച്ച ചെയ്തതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. പിന്നെയോ അസൂയ, മതം, മാത്സര്യം ഇത്യാദി വികാരങ്ങൾ പെരുകുകയില്ല. ഭഗവത്ഗീതയിലേക്ക് എത്തിച്ചേരാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചർച്ചയ്ക്കെടുക്കാൻ എപ്പോഴും നല്ല വിഷയങ്ങൾ ഇതിഹാസ പ്രതിപാദിതങ്ങളായ വിഷയങ്ങളാവട്ടെ, പുരാണ പ്രതിപാദകങ്ങളായിട്ടുള്ള വിഷയങ്ങളാവട്ടെ, അങ്ങനെ തീരുമാനിക്കാം. അറിയാതെ നമ്മളങ്ങോട്ട് തുടങ്ങുകയും 2 പേര് കൂടി നിന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ, സംപൂജ്യ ബോധാൻ സ്വാമിജി പറയും, 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്നതൊക്കെ പുരാണമല്ലെങ്കിൽ, ഇതിഹാസമല്ലെങ്കിൽ, ഉപനിഷത്തല്ലെങ്കിൽ ഉറപ്പ പരദോഷമായിരിക്കും. ആ വിഷയത്തിലൊരു മാറ്റം വരുത്താൻ മനസ്സിരുത്തിക്കോളൂ. ഇതിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ആലോചിച്ചോളൂ. സൂചന തരാം. ഇവരുടെ പക്ഷത്ത്, കൗരവരുടെ പക്ഷത്ത് 11 അക്ഷൗഹിണിയുണ്ട്. കേമല്ലേ? അപ്പോൾ അപര്യാപ്തെന്ന് അവകാശപ്പെടാവുന്നതാണ്. പിന്നെയോ ഭീഷ്മനാണ് രക്ഷിക്കുന്നത്. ഭീഷ്മരാരാ? നിസ്സാരനൊന്നുമല്ലല്ലോ. ബ്രഹ്മചാരിയാണ്, പിതാമഹനാണ്, അതുപോലെ ആയോധന വിദ്യയിൽ സമർത്ഥനാണ്, സ്വച്ഛന്ത മൃത്യു എന്നുള്ള വരവും ലഭിച്ചിട്ടുണ്ട്. പോരെ? അങ്ങനെയുള്ള ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന സൈന്യം തീർച്ചയായിട്ടും 11 അക്ഷൗഹിണികളെ കൊണ്ട് സമ്പന്നമാണ്. പാണ്ഡവപക്ഷത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എന്നാവാം. ഇതേ കാരണം കൊണ്ട് തന്നെ ഇതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാം. ഭീഷ്മർ കൂറവിടെയാണ്, ചോറിവിടെയാണെങ്കിലും, ഇവിടെയാണ് പോരാടാൻ വേണ്ടി വന്നു നിന്നതെങ്കിലും മഹാപക്ഷപാതം പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടണം. അദ്ദേഹമല്ലേ നിയന്ത്രിക്കുന്നത്. 11 അക്ഷൗഹിണിപ്പട ഒരച്ചടക്കത്തിൽ നിർത്താനൊക്കെ നല്ല പ്രയാസമല്ലേ? അത് ഇതിൻ്റെ ഒരു ദൗർബല്യമല്ലേ? ഇത്രയും വലിയ
പട ദൗർബല്യമല്ലേ? അപ്പൊ വേണ്ടത്ര കൂറില്ലാത്ത ഒരാളാൽ നിയന്ത്രിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ വേണ്ടത്ര അച്ചടക്കം ഉറപ്പാക്കപ്പെടാത്തതുമായിട്ടുള്ള വിപുല സൈന്യം അത് പര്യാപ്തം എന്ന് അവകാശപ്പെടുന്നതിനേക്കാൾ പോരാന്ന് വിഷമം തരുന്നു എന്നാവാം വ്യാഖ്യാനം. മറുസൈന്യമാണെങ്കിലോ ഭീമാഭിരക്ഷിതം, ധ്രുപദനാൽ സംരക്ഷിക്കപ്പെട്ടത് എന്നല്ല പറഞ്ഞത്, ഭീമസേനാൽ സംരക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ ആളൊരു തടിമാടനാണ്, വേണ്ടത്ര ഒരു വീണ്ടു വിചാരമൊന്നും പുലർത്താത്ത ആളാണ്. ആ നിലയ്ക്ക് പര്യാപ്തം, പരിമിതി ഉള്ളത് എന്ന് പറഞ്ഞതാണ് എന്ന് വ്യാഖ്യാനമാവാം. അല്ലെങ്കിലോ ഭീമസേനന്റെ കരുത്ത് 1000 ആനയുടെ കരുത്താണ്. ആ കരുത്തുള്ള ഭീമസേനാൽ സംരക്ഷിക്കപ്പെടുന്നത്, ഭീഷ്മർക്ക് നല്ല പ്രായമായി, ഭീമസേനൻ ഇന്നും യുവാവാണ്. അത് ആ ഒരു യുവത്വത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവൂലോ. അതുകൊണ്ട് 7 അക്ഷൗഹിണി പടയുള്ളൂ, അതുകൊണ്ട് നല്ല അച്ചടക്കത്തിൽ ഉറപ്പിക്കാൻ പറ്റും. ആ ഒരു സൗകര്യവും ഇവിടെ ഉദ്ധരിച്ച് പറയാം കേമാണ്. തിരിച്ചും മറിച്ചും ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ സൗകര്യം തരുന്ന പ്രയോഗം ദുര്യോധനൻ നടത്തിയത് ദുര്യോധനൻ്റെ അന്ധക്കരണത്തിൻ്റെ പ്രത്യേകതയെ വിളിച്ചോതുന്നുണ്ട് എന്നാണ് വ്യാഖ്യാതാക്കൾ വർണ്ണിക്കുന്നത്. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഇപ്പൊ പരിധി കവിഞ്ഞത് എന്നും പരിമിതമെന്നും ഒന്നാമത്തെ അർത്ഥം. പിന്നെയോ വേണ്ടത്ര പോരാത്തത് എന്നും വേണ്ട പരിമിതി ഉള്ളത് എന്നും രണ്ടാമത്തെ അർത്ഥം. ഒരു അർത്ഥത്തിൽ ആദ്യത്തെ ദൃഷ്ടിയിൽ തൻ്റെ സൈന്യത്തെ വളരെ ശക്തമെന്ന് വിശേഷിപ്പിക്കുന്നു. അവരുടെ സൈന്യം തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ അത്ര പോരാന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ദൃഷ്ടിയിൽ നമ്മുടെ സൈന്യത്തിന് എന്തോ ഒരു ദൗർബല്യമുണ്ട്, അവരുടെ സൈന്യമാണെങ്കിൽ ഫിറ്റാണ്. ഈ നിലയ്ക്ക് തുടരുന്നു. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഇവിടെയും വേണമെങ്കിൽ ഒരു പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. എന്താ ഇവിടെ? വാസ്തവത്തിൽ ആജ്ഞ നൽകേണ്ടത് ഭീഷ്മരാണ്. ദ്രോണർ നൽകിയാൽ പോലും തെറ്റില്ല. ദുര്യോധനൻ എങ്ങനെ ആജ്ഞ നൽകും? ദുര്യോധനന് വേണമെങ്കിൽ ദ്രോണാചാര്യരോട് ആജ്ഞ നൽകാൻ നിർദ്ദേശിക്കാം. മറ്റേതാകെ താളം തെറ്റില്ലേയും ചോദിക്കുക. എന്താ ഇവിടെ ദുര്യോധനൻ നൽകുന്ന ആജ്ഞ? എന്തുകൊണ്ട് ദുര്യോധനൻ ആജ്ഞ നൽകാൻ പ്രേരിതനായി? ഈ വസ്തുതകളാണ് പരിഗണിക്കുന്നത്. എന്താ ആജ്ഞ നൽകിയത്? അയനേഷു ച സർവേഷു ഭവന്ത സർവ ഏവ ഹി സർവേഷു അയനേഷു ച. നിങ്ങളെല്ലാവരും, ദ്രോണരെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാട്ടോ പറയണത്. ഹേ ദ്രോണരെ, മറ്റ് ശ്രദ്ധിക്കേണ്ട എല്ലാവരും ഞാൻ പറയുന്ന ഈ കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക. ഭവന്ത സർവ ഏവ ഹി, നിങ്ങളെല്ലാവരും തന്നെ, സർവേഷു അയനേഷു, അതാത് വ്യൂഹദ്വാരങ്ങളിൽ, പ്രത്യേക പ്രത്യേക പ്രകാരത്തിൽ ചമച്ചിരിക്കുകയാണല്ലോ സൈന്യത്തെ. അതിനൊക്കെ ദ്വാരങ്ങളുണ്ട്, പ്രവേശന സ്ഥാനമുണ്ട്. ആ സ്ഥാനങ്ങളിൽ ഭംഗിയായി യഥാവിധി നിലയുറപ്പിച്ചുകൊണ്ട് ഭീഷ്മം ഏവ അഭിരക്ഷന്തു, ഭീഷ്മരെ തന്നെ രക്ഷിച്ചാലും എന്നാണ് ഇവിടെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ദുര്യോധനൻ ആജ്ഞ നൽകുന്നത്.
ഈ ആജ്ഞയെ സംബന്ധിച്ച് ദുര്യോധനാകെ പറയാവുന്നത് എന്താ? ഇതിപ്പോ ജയിച്ച ഞാനല്ലേ രാജാവ്, അതുകൊണ്ട് ഇത് രാജാജ്ഞയായിട്ട് പോട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് അത് ചെയ്യുന്നത് ഭൂഷണമല്ല എന്ന് പറയും. പിന്നെ മമ സൈന്യസ്യ എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. എൻ്റെ സൈന്യമാണ്, ഇപ്പം എനിക്ക് അധികാരമില്ല. എന്തായാലും ആജ്ഞ പുറപ്പെടുവിച്ചു എന്ന് പറയും. എന്താ ആജ്ഞ പുറപ്പെടുവിച്ചത്? അതാത് വ്യൂഹദ്വാരങ്ങളിൽ യഥാവിധി നിലക്കൊണ്ട് നിങ്ങളെല്ലാവരും ഭീഷ്മരെ രക്ഷിച്ചാലും. ഒരാചാര്യൻ ഈ ആജ്ഞയെ നിരീക്ഷിക്കുന്നത് ദ്രോണാചാര്യരോട് ഇത്ര നേരം കാര്യങ്ങൾ പറഞ്ഞിട്ടും വലിയ ഒരു പ്രതികരണമൊന്നും കണ്ടില്ല. മനസ്സിലായില്ലേ? വലിയ പ്രതികരണമൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഭീഷ്മരെ കുറിച്ച് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാണ്. ഒന്ന്. രണ്ട്, ഭീഷ്മർ രക്ഷിക്കപ്പെട്ടോ, സൈന്യം രക്ഷിക്കപ്പെട്ടു, ഭീഷ്മരുടെ വിജയം സൈന്യത്തിൻ്റെ വിജയവും. ഭീഷ്മരെ ചൊല്ലി ദുര്യോധന ആകെ വ്യാകുലതയുള്ളത് ശിഖണ്ഡിയാണ് ഭീഷ്മരെ ഹനിക്കാൻ അരയും തലയും മുറുക്കി യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ശിഖണ്ഡി ശിഖണ്ഡി അടുത്തൊന്നും വരാതെ ശ്രദ്ധിച്ചോളണ്ടു. ഭീഷ്മമേവ അഭിരക്ഷന്തു. ഇപ്പൊ ഭീഷ്മരിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു എന്ന ഒരു ധ്വനി ആജ്ഞയിലുണ്ട്. ദ്രോണാചാര്യര് ഇത്രയൊന്നും കേട്ടിട്ട് പ്രതികരിച്ചില്ലല്ലോ എന്നുള്ള സങ്കടവും ഈ ആജ്ഞയിൽ പ്രകാശിതമാണ് എന്ന് പറയാം. ഏതായാലും ഈ ആജ്ഞയ്ക്ക് ഗുണമുണ്ടായി എന്ന് വേണം പറയാൻ. എന്താ സംഭവിച്ചത്? തസ്യ, ഈ ദുര്യോധനനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് എന്നാണ് സഞ്ജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. സഞ്ജയൻ പറയുന്നു, തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്ധ്മൗ പ്രതാപവാൻ. തസ്യ, അവന്, ദുര്യോധനന്, സഞ്ജനയൻ ഹർഷം, ഹർഷം സഞ്ജനയൻ, ഹർഷത്തെ ജനിപ്പിക്കാനായിക്കൊണ്ട്, കുരുവൃദ്ധ പിതാമഹ, കുരുജനത്തിൽ വൃദ്ധസ്ഥാനീയനാണ്, ഒരുപാട് ലോകം കണ്ട ആള്, ഒരുപാട് അനുഭവ സമ്പന്നനായ മഹാമനീഷി. കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യ ഉച്ചൈഃ ശംഖം ദദ്ധ്മൗ പ്രതാപവാൻ. ശത്രു സൈന്യത്തെ നന്നായി തപിപ്പിക്കാൻ സാമർഥ്യമുള്ള ഭീഷ്മർ സിംഹനാദം മുഴക്കിനാണ്. എന്ന് പറഞ്ഞാൽ ശംഖെടുത്ത് വിളിക്കുന്നതിന് മുമ്പ്, ശംഖിങ്ങനെ കയ്യിലെടുത്തതിന് ശേഷം അലറി, സിംഹം അലറുന്നത് പോലെ അലറിയിട്ട് സിംഹനാദം വിനദ്യ ഉച്ചൈഃ ശംഖൗ, ഉച്ചത്തിൽ ശംഖം ദദ്ധ്മൗ, ശംഖത്തെ വിളിച്ചു. ആദ്യം അലറി വിളിച്ചു, എന്നിട്ട് ശംഖം വിളിച്ചു. ഇത് യുദ്ധം സമാരംഭിക്കാൻ ഈ പക്ഷം സുസജ്ജമായി എന്ന സൂചന നൽകും പ്രകാരമായി അങ്ങനെ വിചാരിക്കാം. കാരണം ഭീഷ്മർ ഇത് ചെയ്തതോടെ തുടർന്ന് ഓരോരുത്തരും പല പ്രകാരത്തിലുള്ള വാദ്യവിശേഷങ്ങളും മുഴക്കി. യുദ്ധകളത്തിൽ പല വാദ്യവിശേഷങ്ങളും കൊണ്ടുവയ്ക്കും. എന്തിനാ? അവിടെ ഊർജം ആവാഹിക്കാൻ യോദ്ധാക്കൾക്ക് കഴിയണം. ഇക്കാലത്ത് ജൈവിളികളൊക്കെയാണ്. അക്കാലത്ത് അങ്ങനെയല്ല. യുദ്ധകളത്തിൽ പലതരത്തിലുള്ള വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ടാവും. ശംഖം ഉണ്ടാവും, അതുപോലെ പെരുമ്പറ ഉണ്ടാവും, കുഴലുണ്ടാവും. ഇപ്പം ഈ ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോൾ യോദ്ധാക്കൾ ഉറങ്ങിപ്പോവില്ല എന്ന് പറയുക. ക്ഷീണം കൊണ്ടൊക്കെ ഉറങ്ങിപ്പോകുന്ന യോദ്ധാക്കൾ ഉണ്ടാവില്ലേ? ഉറക്കം വരില്ല.
മാത്രമല്ല ഒരു വർദ്ധിത വീര്യം ഉണ്ടാവും. അപ്പൊ കുറച്ചൊരു യുദ്ധത്തിന് മാന്യം കാണുമ്പോൾ ഇതിന് നിയുക്തരായവരെന്ത് ചെയ്യും? പെരുമ്പറയൊക്കെ ഇങ്ങനെ കൊട്ടും, ശംഖങ്ങളൊക്കെ ഇങ്ങനെ വിളിക്കും, ചെണ്ടയൊക്കെ കൊട്ടെന്ന് പറയും. അല്ലെങ്കിൽ ഈ ചെണ്ടക്കൊട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കും കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് തുള്ളാന്നൊക്കെ ഒരു തോന്നൽ വരാറില്ലേ? അത്രയും സ്വാധീനമുണ്ട് എന്ന് പറയുക. ഈ വിഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ആവും പോലെ അതൊക്കെ ബഹളം ഉണ്ടാക്കി എന്ന് പ്രസ്താവിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഭീഷ്മരുടെ ശംഖവിളിയെ, ഭീഷ്മർ മുഴക്കിയ ശംഖധ്വനിയെ സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണവും കൂടി ശ്രദ്ധിക്കാം. എന്തുകൊണ്ട്? സഞ്ജയൻ പറഞ്ഞതനുസരിച്ച് ദുര്യോധനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. വേറെയും നമുക്ക് കൂട്ടത്തിൽ ആലോചിക്കാം. എന്താ അത്? ഭീഷ്മരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കുറേശ്ശെ ഇങ്ങനെ അവഗണിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടാവും, പ്രായമായതുകൊണ്ടേ. അപ്പം അങ്ങനെ കിട്ടിയ ഒരു അംഗീകാരം കിട്ടിയപ്പോൾ, അംഗീകാരം കണ്ടപ്പോൾ സന്തോഷം തോന്നി, അറിയാതെ വിളിച്ചുപോയി എന്നാവാം. ഇല്ലെങ്കിലോ ഈ ജൽപ്പനം ഒന്ന് നിർത്തട്ടെ. ഇതിലിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഭീഷ്മർക്ക് പരിഗണിക്കാനായിട്ടൊന്നുമില്ല. കാരണം മറുപക്ഷത്തെ വിലയിരുത്തുന്ന കാര്യത്തിൽ ഭീഷ്മർക്ക് നല്ല സാമർഥ്യമുണ്ട്, ദ്രോണർക്കും അതില്ലായികയില്ല. ഇതൊന്നും ഇപ്പം ഈ ദുര്യോധനൻ വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വെറുതെ ജൽപ്പനം നടത്തുക. പക്ഷേ സ്ഥാനം പരിഗണിച്ച് കേൾക്കാതിരിക്കാനും പറ്റില്ല. എന്തൊരു ശല്യാണെന്ന് ആലോചിച്ചു. അപ്പോൾ ഭീഷ്മർ വിചാരിച്ചു ഇതൊന്ന് നിർത്തി കിട്ടട്ടെ എന്നങ്ങോട്ട് മുഴക്കി എന്ന് പറയും. ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുടരും. ഇനിയിപ്പോൾ ഒന്നേന്ന് തൊട്ട് ഓരോരുത്തരെ കുറിച്ച് വിശേഷിച്ചൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മതി, യുദ്ധം തുടങ്ങട്ടെ എന്നുള്ള നിലയ്ക്കും ശംഖം വിളിച്ചു എന്നിങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. തുടർന്ന് തഥാ ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോ അഭവത്. തതഃ അനന്തരം ശംഖങ്ങൾ, ശംഖാശ്ച ഭേര്യ, ഭേരികൾ, ഭേര്യശ്ച പെരുമ്പറകൾ എന്നർത്ഥം. പിന്നെയോ മദ്ദളം, ചെണ്ട, കുഴല്, പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത, പെട്ടെന്ന് തന്നെ ഇവയൊക്കെ മുഴങ്ങിക്കെട്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷ്മരി ശംഖം മുഴക്കി നിർത്തിയില്ല. അപ്പോഴേക്കും കൗരവ പക്ഷത്ത് നിന്ന് അവിടെന്നും ഇവിടെന്നും പലതരത്തിലുള്ള വാദ്യങ്ങളും അങ്ങനെ മുഴങ്ങി. ഈ മുഴക്കത്തെക്കുറിച്ച് സശബ്ദ, ആ ശബ്ദം, തുമുലഹ അഭവത്, എങ്ങും നിറഞ്ഞ് മാറ്റൊലിക്കൊണ്ടു, മുഴങ്ങി, ആകെ ഒരു കോലാഹലമായി. ഇവിടെ ആചാര്യന്മാർ നിരീക്ഷിക്കുന്നത് കൗരവപക്ഷത്തിൻ്റെ അച്ചടക്ക രാഹിത്യത്തെയാണ്. ഒരു വ്യവസ്ഥയില്ലാത്ത ശംഖുവിളിയാണ്, ഒരു വ്യവസ്ഥയില്ലാത്ത വാദ്യഘോഷങ്ങളാണ്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കണ്ട. മറുപക്ഷം എങ്ങനെയാണ് ഈ പരിതസ്ഥിതിയെ കൈകാര്യം ചെയ്തത് എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ യുവജനോത്സവത്തിലൊക്കെ ചില പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ ദി ബെസ്റ്റ് ഇത് തന്നെയാണ്, ഞാനായിരുന്നു ആ ജഡ്ജിൻ്റെ സ്ഥാനത്തെങ്കിൽ ഇതിന് ഒന്നാം സ്ഥാനം, ഇനിയിപ്പോൾ ബാക്കിയൊന്നും കാണണമെന്നില്ല. പക്ഷെ രണ്ടാമത്തെ പെർഫോമൻസ് കാണുമ്പോഴോ നമുക്കൊന്ന് ഓ ഇത് അതിനേക്കാൾ കേമായിരിക്കണമല്ലോ. അപ്പം താരതമ്യം ചെയ്യാനൊരു അവസരം കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയാം. ഏതായാലും ഈ ചിത്രം എല്ലാവരും കണ്ടുവോ? ഏതാ ചിത്രം? കൗരവപക്ഷത്ത് നിന്ന് ഭീഷ്മര് സിംഹഗർജന മുഴക്കിയതിന് ശേഷം ശംഖം മുഴക്കിയതോടെ കൗരവപക്ഷത്ത് നിന്ന് പലതരത്തിലുള്ള വാദ്യഘോഷങ്ങളും ഒരേ സമയത്ത് സംഭവിച്ചു. അതാകെ കൂടി ദിക്കുകളെ മുഴുവൻ മാറ്റൊലിക്കൊള്ളിച്ച ഒരു ബഹളമായി മാറി. അത് കണ്ടില്ലേ എന്ന് ചോദിക്കുക. യെസ്. ഇനി ക്യാമറ പതുക്കെ പാണ്ഡവ പക്ഷത്തേക്ക് തിരിയട്ടെ. അവിടെ എന്താ സംഭവിക്കുന്നത്?
തതശ്വേതൈർഹയൈർയുക്തേ മഹദിസ്യന്തനേ സ്ഥിതോ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രതദ്ധ്മതുഃ. ശ്വേതൈഃ ഹയൈഃ യുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ. ഈ ബഹളം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പാണ്ഡവപക്ഷത്തേക്ക് നോക്കി. അവിടെ എന്താ സ്ഥിതി? അവിടെ വെളുത്ത കുതിരകളെ പൂട്ടിയ ശ്വേതൈഹി ഹയൈഹി യുക്തേ, വെള്ളക്കുതിരകളെ പൂട്ടിയ മഹതി സ്യന്തനേ, മഹത്തായ തേരിൽ, ദിവ്യമായ തേരിൽ, സ്ഥിതൗ, സ്ഥിതി ചെയ്യുന്നവരായിട്ട്, മാധവ പാണ്ഡവ ച, മാധവനും പാണ്ഡവൻ പാർത്ഥൻ അർജുനനും ദിവ്യൗ ശംഖൗ പ്രതദ്ധ്മതുഃ, ദിവ്യങ്ങളായ ശംഖങ്ങളെ മുഴക്കി. ഇവിടെ ആദ്യം ശംഖം മുഴക്കിയത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. കൗരവപക്ഷത്ത് ഒരു അബദ്ധം പറ്റിയതായിട്ട് ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കും. വാസ്തവത്തിൽ ആർക്കായിരുന്നു പരാതി? പാണ്ഡവപക്ഷത്തിനായിരുന്നു പരാതി. പാണ്ഡവപക്ഷമാണ് ആദ്യം വാസ്തവത്തിൽ യുദ്ധസന്നദ്ധത അറിയിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഭീഷ്മരാണ് അവിടെ ശംഖ് വിളിച്ചത്. വേണമെങ്കിൽ പാണ്ഡവന്മാർക്ക് വേണ്ടി വിളിച്ചതാണെന്ന് പറയാം. കേട്ടില്ലേ? പാണ്ഡവന്മാർക്ക് വേണ്ടി ഭീഷ്മർ ശംഖ് വിളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളല്ലേ തുടങ്ങിയത്, അങ്ങനെ ഒരു ന്യായത്തിന് അവകാശം ഉണ്ടാവുമല്ലോ. ആക്ഷേപിക്കാം കൗരവപക്ഷത്തെ, അതിനുവേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് എന്നും ഒക്കെ ഓരോ ചിന്ത. വേറെ പല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിനെ നശിപ്പിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ഇങ്ങനെ ചിന്തിക്കണമെന്ന് ചോദിക്കുക. ആവട്ടെ എന്ന് പറയുക ധാരാളമായിട്ട്. ഇതുപോലെ തന്നെ കൗരവപക്ഷത്ത് അബദ്ധം പറ്റി. ഇതുപോലെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നു. എന്താ ചോദ്യം? ധൃഷ്ടദ്യുമ്നനല്ലേ ശംഖം മുഴക്കേണ്ടിയിരുന്നത്? അഥവാ ഭീമൻ മുഴക്കട്ടെ, ഭഗവാൻ കൃഷ്ണൻ എങ്ങനെ മുഴക്കും? നിരായുധനായ സാരഥിയുടെ ശംഖം മുഴങ്ങിയത് കേട്ട് ഭഗവത് ഭക്തന്മാരൊക്കെ കയ്യടിക്കും. പക്ഷെ യുദ്ധനീതി ചിലപ്പോൾ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? കോർട്ട് ഇടപെടുന്നു പറയുന്നത് പോലെ അപകടം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുക. ഒരാചാര്യൻ ഇതിന് ഉത്തരം പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ അപകടമില്ല. യുധിഷ്ഠിരൻ നേരത്തെ തന്നെ 7 പേരെ നായകന്മാരായിട്ട് അവരോധിച്ചതിന് ശേഷം ഇവരുടെയൊക്കെ നേതൃത്വം അർജുനന് കൽപ്പിക്കുകയും അർജുനന്റെയും നേതൃത്വം ഭഗവാൻ കൃഷ്ണന് കൽപ്പിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പ്രസ്താവം ഉദ്യോഗ പർവ്വത്തിലുണ്ട്. കേട്ടില്ലേ? അപ്പൊ ഭഗവാൻ അവിടെ ശംഖം മുഴങ്ങിയത് കേട്ടപ്പോ ഹേയ് ഇതിപ്പോ ആരും ഒന്നും ചെയ്യണ കാണില്ല, ഇത് എന്തപ്പത് എന്നങ്ങോട്ട് പാഞ്ചജന്യം മുഴക്കി എന്നല്ല. തനിക്ക് ലഭിച്ചിട്ടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഗരിമ അറിഞ്ഞുകൊണ്ട്, ഗൗരവം ബോധിച്ചുകൊണ്ട് തന്നെ ചെയ്തതാണ്. TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായ സമയത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയില്ലേന്ന് ചോദിക്കുക. എന്താ? ആദ്യം തന്നെ തൻ്റെ പവർ എന്താന്ന് മനസ്സിലാക്കി. അതുപോലെ തൻ്റെ വ്യാപാര മേഖല, തൻ്റെ ദൗത്യത്തിൻ്റെ മേഖല അതേതാണ്, കർമ്മമണ്ഡലം ഏതാണ് എന്നൊക്കെ ഭംഗിയായി മനസ്സിലാക്കി അവിടെ എന്തൊക്കെ ആവശ്യമെന്ന് മനസ്സിലാക്കി ചെയ്തു എന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചില്ലേ? അതുവരെ ഞങ്ങളിൽ പലരും ഇങ്ങനൊരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ. ഇപ്പോൾ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഇതുപോലെ ഭഗവാൻ ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. ഭഗവാൻ അത് അവസരോചിതം നിർവഹിച്ചു എന്ന് പറയാം. കൗരവപക്ഷത്തെ ബഹളം ഉണ്ടായപ്പോൾ സജ്ജനങ്ങൾക്കൊക്കെ യുക്തമായ ഒരു മറുപടി ലഭിക്കുമാറാവട്ടെ എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും. നമുക്കും തോന്നുന്നത് സ്വാഭാവികമാണ്.
സജ്ജനം പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കും. ഇതെപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ പല പ്രതികരണങ്ങളും വനരോധനങ്ങളായി മാറാറുണ്ട്, വേസ്റ്റായി പോവാറുണ്ട്. നമ്മുടെ പല പ്രതികരണങ്ങളും വനരോധനങ്ങളായി മാറിപ്പോവാറുണ്ട് എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തതാവാറുണ്ട്. എന്താ കാരണം? അതിൻ്റെ പിറകിൽ ഒരു സമഷ്ടി സങ്കല്പ ശക്തി ഉണർത്തപ്പെടുന്നില്ല. മനസ്സിലാവണില്ലേ? അതിൻ്റെ പിറകിൽ ഒരു സമഷ്ടി സങ്കല്പ ശക്തി ഉണർത്തപ്പെടുന്നില്ല. അതെപ്പോഴാ ഉണർത്തപ്പെടുക? തിന്മ കാണുമ്പോൾ ഉടനെ ചാടിക്കേറി ബഹളം വെക്കുന്നത് കൊണ്ട് അത് ഉണർത്തപ്പെടില്ല. തിന്മയിലും എന്തോ ചില ഈശ്വര നിശ്ചയങ്ങളെ കണ്ടെടുക്കാൻ മനസ്സിരുത്തണം. ക്ഷമയോടെ തിന്മയെ നോക്കി കാണാൻ കഴിയുമ്പോഴേ ശരിയായ നന്മയുടെ പ്രതികരണത്തെ സഫലമായി നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഇത് ലോകത്തിൽ ഉടനീളം തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. ആരൊക്കെ അപ്പോഴുള്ള ഒരു വികാര ആവേശം കൊണ്ട് പ്രതികരിച്ചിട്ടുണ്ടോ അവരുടെ പ്രതികരണങ്ങളൊക്കെ വനരോധനങ്ങളായി അധപ്പതിച്ചു പോവാറുണ്ട്. എവിടെ പക്ഷേ അവധാനതയുടെ, സഹിഷ്ണുതയുടെ, തെറ്റിനെ പോലും ക്ഷമയോടെ നോക്കിക്കാണാനുള്ള സാവകാശം പുലർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ശക്തമായ പ്രതികരണങ്ങൾ തിരുത്തലിനു വേണ്ടി സമ്മാനിക്കാൻ അവിടെയുള്ളവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വസ്തുത മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. അപ്പം സജ്ജനങ്ങൾ എപ്പോഴും കാത്തിരിക്കുന്നു. നമുക്കും നമ്മുടെ കൊച്ചു പരിസരങ്ങളിലൊക്കെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതിന് പകരം സാവകാശം പുലർത്താം. എന്നിട്ട് സഹിഷ്ണുതയോടെ നമ്മുടെ പ്രതികരണത്തെ, പൂജ്യബോധാനന്ദ സ്വാമിജി അപ്പോഴുള്ള ഒരു ആവേശം കൊണ്ടുള്ള പ്രതികരണത്തെ റിയാക്ഷൻ എന്നും വേണ്ടത്ര ഒരു മനനം ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രതികരണത്തെ റെസ്പോൺസ് എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വി ഹാവ് ടു റെസ്പോണ്ട്. കാര്യങ്ങളോട് ഉചിത രൂപത്തിൽ വേണ്ടത്ര മനനപൂർവകമായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. ആവേശങ്ങളാവരുത് നമ്മുടെ പ്രതികരണങ്ങളെ തീരുമാനിക്കുന്നത്. ഇങ്ങനെ കാത്തിരുന്ന സമയത്താണ് വെളുത്ത കുതിരകളെ പൂട്ടിയ തേരിൽ, ഇത് സത്വഗുണ പ്രധാനത്തെ ചൂണ്ടിക്കാണിക്കുന്നു. വെളുത്ത കുതിര അവിടെ ദൈവീ സമ്പത്തിനെ, വിവേകത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അവിടെ മഹത്തായ തേര്, ആ തേരിൽ ഇരിക്കുന്നതാകട്ടെ സാക്ഷാൽ ഭഗവാനും. എന്താ ഒരു പ്രതികരണത്തിൻ്റെ ഒരു സൗകുമാര്യത എന്ന് ചോദിക്കും. പാഞ്ചജന്യം ഭഗവാൻ മുഴക്കി. നിങ്ങളുടെ ഈ ബഹളമൊന്നും കണ്ട് ആരും ഇവിടെ പേടിച്ചിട്ടില്ല. സത്യമേവ ജയതേ, ധർമ്മമേവ ജയതേ. ആ ഒരു സ്ഥൈര്യത്തിൻ്റെ, ബോധ്യത്തിൻ്റെ ശംഖുലി, പ്രണവനിനാദം അത് മുഴങ്ങി എന്ന് പറയാം. പ്രണവധ്വനി മുഴങ്ങി എന്ന് പറയും. ഇത് സജ്ജനങ്ങൾക്കൊക്കെ വളരെ സന്തോഷം പകരുന്ന കാര്യമായിരിക്കും. നിരായുധനായ കൃഷ്ണൻ ശംഖം മുഴക്കിയത് അധികാരമുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഭഗവാൻ ഇവിടെ പക്ഷപാതിത്വം ഇല്ലേ? ഭഗവാന്റെ പക്ഷപാതിത്വം പഠനാർഹമാണ്. ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തൻ്റെ പക്ഷപാതിത്വത്തിൻ്റെ അന്തർരഹസ്യം പങ്കുവെക്കുന്നുണ്ട്. ഭഗവാന് പക്ഷപാതിത്വമുണ്ട്, പക്ഷെ വളരെ രഹസ്യമാണ് എന്ന് പറയാം, സൂക്ഷ്മമാണ്. എന്താ പക്ഷപാതിത്വത്തിൻ്റെ പ്രത്യേകത? സമോഹം സർവഭൂതേഷു, എനിക്കെല്ലാവരും ഒരുപോലെയാണ്. നമേ ദേഷ്യോസ്തി ന പ്രിയഃ,
എനിക്ക് ആരോടും ദേഷ്യമില്ല, ആരും എനിക്ക് പ്രിയങ്കരായിട്ടുമില്ല. നമേ ദേഷ്യാസ്തി, എനിക്ക് ദേഷ്യമുള്ളവരായിട്ട് ആരുമില്ല, പ്രിയങ്കരായിട്ടും ആരുമില്ല. നമേ ദേഷ്യോസ്തി ന പ്രിയ. പക്ഷേ യേ ഭജന്തി തു മാം ഭക്തിയ, ആരൊക്കെ എന്നെ ഭജിക്കുന്നുവോ, അർജുനൻ ഭഗവാനെ വരിച്ചു, യുധിഷ്ഠിരൻ ഭഗവാനെ അവരോധിച്ചു, അങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ ശംഖ് വിളിക്കാതെ നിവൃത്തിയില്ല. അപ്പൊ ഭഗവാനിൽ പക്ഷപാതിത്വം ആരോപിച്ചുകൂടാ. മറിച്ച് ഭഗവാന്റെ സമബുദ്ധിയുടെ പ്രയോജനത്തെ പാണ്ഡവപക്ഷം നുകർന്നു. ഇത് അനുഭവിക്കാൻ നമുക്കൊക്കെ അർഹത ഉണ്ട്. അപ്രകാരം അത് മനസ്സിലാക്കൂ. നിരായുധനായ സാരഥി പക്ഷേ, സമബുദ്ധിയായ ശ്രീകൃഷ്ണ ഭഗവാൻ പക്ഷേ പാണ്ഡവന്മാർക്ക് വേണ്ടി ശംഖധ്വനി മുഴക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്തിപൂർവം പാണ്ഡവന്മാർ ഭഗവാന്റെ സമബുദ്ധിയുടെ സൗകര്യത്തെ പ്രയോജനപ്പെടുത്താൻ ഔചിത്യം കാണിച്ചു. ഈ ഔചിത്യ ബുദ്ധി നമുക്കൊക്കെ തോന്നിക്കോട്ടെ എന്ന് പറയാൻ. ഇതിന് നമുക്ക് എല്ലാവർക്കും അർഹതയുണ്ട്, അവകാശമുണ്ട് എന്ന് സാരം. മഹതി സ്യന്തനെ സ്ഥിതവും, മഹത്തായ രഥത്തിൽ നിന്നുകൊണ്ടാണ്. രഥത്തെ സംബന്ധിച്ച് ഈ ശരീരം രഥമാണ് എന്ന കൽപ്പനയും ആലോചിക്കാം. ഈ ശരീരമാകുന്ന രഥത്തിൽ ഭഗവാൻ സാരഥിയായി ഭവിക്കുമാറാവട്ടെ എന്ന് കൊതിക്കാം. കഠോപനിഷത്തിലെ ചിത്രവും ഭഗവത്ഗീതയിലെ ഈ ഒരു കൽപ്പിത ചിത്രവും തമ്മിൽ വ്യത്യാസമുണ്ട്. കഠോപനിഷത്തിൽ ബുദ്ധിയെ സാരഥിയായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. മറിച്ച് ഇവിടെ പരമാത്മാവാണ് സാരഥി, ജീവാത്മാവ് യാത്രികൻ. ഈ ശരീരം ദിവ്യമാവും ഇപ്രകാരം നമ്മൾ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ. നമ്മുടെ സാരഥ്യത്തെ, ജീവിതത്തിൻ്റെ സാരഥ്യത്തെ ഭഗവാനെ ഏൽപ്പിച്ചു കൊടുത്താൽ ദിവ്യരഥമായി. സ്വാഭാവികമായിട്ട് നമ്മുടെ മുന്നേറ്റങ്ങളൊക്കെ പാഞ്ചജന്യത്തിൻ്റെ മുഴക്കം പോലെ സുഖകരമായിരിക്കും, ശോഭനമായിരിക്കും, ശ്രേയസ്കരമായിരിക്കും. അങ്ങനെയൊക്കെ ആലോചിക്കാൻ ഈ ശ്ലോകം അവസരം തരുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ പാഞ്ചജന്യം ഹൃഷീകേശഃ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്ധ്മൗ മഹാശംഖം ഭീമകർമാവൃകോദരഃ അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ എന്നിങ്ങനെ പാണ്ഡവപക്ഷത്തു നിന്നും പലരും മുഴക്കിയ ശംഖങ്ങളെ കുറിച്ചുള്ള പ്രതിപാദനം. മാധവ പാണ്ഡവശ്ചൈവ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ ശംഖങ്ങൾ മുഴക്കിയവരെ കുറിച്ച് പറഞ്ഞു. മാധവൻ, മാധവൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മീപതി, മായാപതി എന്നൊക്കെയാണല്ലോ അർത്ഥം. അവിടെ ഒരു ധ്വനി ഉള്ളത് എന്താണ്? പാണ്ഡവന്മാർക്ക് വേണ്ടി രാജ്യലക്ഷ്മിയെ ലഭ്യമാക്കി കൊടുക്കാൻ ഉദ്യുക്തനായവൻ, തീരുമാനിച്ച യോഗിവര്യനാണ് ഭഗവാൻ എന്ന് പറയുക. തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാധവ, മാധവൻ മുഴക്കിയ ശംഖത്തിൻ്റെ പേര് പറയണു പാഞ്ചജന്യം. പാഞ്ചജന്യം എന്ന ശംഖം മാധവൻ മുഴക്കുന്നു. പാഞ്ചജന്യം എന്ന് പറഞ്ഞാൽ പഞ്ചാനൻ എന്ന് പറയുന്ന ഒരു അസുരൻ, ആ അസുരനെ ഭഗവാൻ വധിക്കുന്നു. ആ അസുരൻ വസിച്ചിരുന്നത് ഒരു ശംഖത്തിനകത്താണ്. ഇങ്ങനെ പഞ്ചാനൻ എന്ന അസുരൻ വസിച്ചിരുന്ന ശംഖം അസുരനെ വധിച്ചതോടെ ദിവ്യ ശംഖായി മാറി. ഇതിൻ്റെ ഒരു പ്രത്യേകതയും ആലോചനാമൃതമാണ്.
നമ്മളിലൊക്കെ ഈ ശരീരം ദിവ്യമായ ഒരു ഉപാധിയാവാൻ യോഗ്യമായിട്ടും പക്ഷേ ഒരസുരനുള്ളിലിരുന്നിങ്ങനെ മുരളുണ്ട് എന്ന് പറയുക. എന്താ അസുരൻ്റെ പേര്? അഹന്ത. വേണമെങ്കിൽ ഈ പേരൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചാൻ എന്നുള്ള പേരിട്ട് കൊടുക്കാം, മധു എന്നുള്ള പേരിട്ട് കൊടുക്കാം, കേശി എന്നുള്ള പേരിട്ട് കൊടുക്കാം. ഏതായാലും ഈ അസുര സാന്നിധ്യം കൊണ്ട് ശരീരം വളരെ വഷളായിരിക്കുകയാണ്. ഇപ്പം വായേന്ന് വരുന്നതൊന്നും കേൾക്കാൻ കൊള്ളില്ല, ചെയ്യുന്നതൊന്നും കാണാൻ കൊള്ളില്ല, ഇങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിൽ. പക്ഷെ ഭഗവാൻ ഏത് സമയത്ത് ആ അസുരനെ വധിക്കുന്നുവോ പിന്നെ എന്താ അവസ്ഥ? ഭഗവാന്റെ ദിവ്യമായ ഒരു ഉപാധിയായി തൻ്റെ ദിവ്യ ഗീതം മുഴക്കാനുള്ള, ശംഖധ്വനി മുഴക്കാനുള്ള ഉപാധിയായിട്ട്, ഓടക്കുഴലിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്, ദിവ്യഗാനം മുഴക്കാനുള്ള ഉപാധിയായിട്ട് മാറുന്നു എന്ന് പറയുക. അങ്ങനെ ഭഗവാൻ ഈ ധർമാധർമ്മ വിവേക വേളയിൽ ഭഗവത് സമർപ്പിതരായി വർത്തിക്കുന്ന അഹന്താനാശനത്തിൻ്റെ ധ്വനി മുഴക്കി എന്ന് പറയും. അതാണ് വേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ആ ഒരു ശംഖധ്വനി നമുക്ക് ആസ്വദിക്കാം. മാധവ പാണ്ഡവ, മാധവനും പാണ്ഡവനും യഥാക്രമം പാഞ്ചജന്യം, ഋഷികേശ, ദേവദത്തം, ധനഞ്ജയ. ദേവദത്തം എന്ന ശംഖിനെയാണ് ധനഞ്ജയൻ, ധനഞ്ജയൻ എന്നുള്ള ഒരു സ്ഥാനപ്പേര്. പ്രഭൂതം ധനം, നിറയെ ധനം രാജസൂയ യാഗ സമയത്ത് സമാഹരിച്ചുത്രേ. ഏറ്റവും കൂടുതൽ കാശ് വിരിപ്പിച്ചത് ആരാണ്? രാജസൂയ യാഗം നടത്തണ വലിയ ചെലവുണ്ട്. അപ്പം എല്ലാവരും പല വഴിക്കും പോയി കാശ് സമാഹരിക്കാൻ വേണ്ടി. ഏറ്റവും കൂടുതൽ കാശ് സ്വരൂപിച്ചു കൊണ്ടുവന്നത് ആരാ? അർജുനനാണ്. വേണമെങ്കിൽ നമുക്ക് ഇത്രയും നാടകീയതയൊക്കെ കലർത്തിയിട്ട് ആ ഒരു രാജസൂയ യാഗത്തിൻ്റെ സമാരംഭ വേളയിൽ അല്ലെങ്കിൽ സമാപന വേളയിൽ അർജുനനെ വിളിച്ചിട്ട് ഏറ്റവും കാശ് സമ്പാദിച്ചവനായതുകൊണ്ട് എന്താ പേര്? ധനഞ്ജയൻ ആവട്ടെ എന്ന് ഒരു ബിരുദം കൊടുത്തു എന്ന് പറയാം. ധനഞ്ജയ ബിരുദം, പുരസ്കാരം. പിന്നീട് അർജുനൻ്റെ പേരിൽ അവാർഡ് വന്നിട്ടുണ്ടല്ലോ, അർജുന അവാർഡ് എന്നൊക്കെ പറയുന്നത് പോലെ. അക്കാലത്ത് ധനഞ്ജയ അവാർഡ് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറയും. ധനഞ്ജയ ദേവദത്തം. ദേവദത്തം എന്ന ശംഖത്തെക്കുറിച്ചും നിവാദ കവച കാലകേയാദികളോട് യുദ്ധം ചെയ്തത് പ്രമാണിച്ച് സന്തുഷ്ടനായ ദേവേന്ദ്രൻ നൽകിയ ശംഖമാണ്, അർജുനന് നൽകിയ ശംഖമാണ് ദേവദത്തം. അതുകൊണ്ട് ദേവദത്തം എന്ന് പേര്. ആ ശംഖം അർജുനനും മുഴക്കി. മാധവൻ മുഴക്കി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞെങ്കിലും ശംഖത്തിൻ്റെ പേരിനോടൊപ്പം 15-ാം ശ്ലോകത്തിൽ പറയുന്നത് ഋഷികേശൻ മുഴക്കി എന്നാണ്, ഭഗവാന്റെ തന്നെ പര്യായം. പക്ഷേ ഋഷികേശൻ എന്ന് പറയുമ്പോഴേക്കും അർത്ഥം മാറി. മായാപതിയെയാണ് അവിടെ നമ്മൾ പരിചയപ്പെട്ടതെങ്കിൽ 15-ാം ശ്ലോകത്തിൽ ഋഷികേശൻ എന്ന് കേൾക്കുമ്പോൾ ഋഷി കാണാം ഈശഃ, ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ അധിനായകൻ. ഈ ഭഗവാനല്ലേ നമ്മയും അനുഗ്രഹിക്കേണ്ടത്. ഇപ്പൊ ഏതൊക്കെയോ പടുരാഗങ്ങൾ പാടി, അതുപോലെ തന്നെ താളം തെറ്റിയ നൃത്തം ചവിട്ടി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ ഋഷികേശൻ വന്ന് അനുഗ്രഹിക്കട്ടെ. സ്വാഭാവികമായിട്ടും ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ട് വിളയാടുക, ആ പ്രാർത്ഥന ഫലിച്ചുവെച്ചാലോ പിന്നെ നമ്മുടെ വാക്കുകളൊക്കെ പാട്ടുകളായി സുന്ദര ഗീതങ്ങളായി മാറും, ചുവടുവെപ്പുകളൊക്കെ സുന്ദര നൃത്തങ്ങളായിട്ട് മാറുന്നു. അതാത് ചുവടുകൾ അകമേ നിലകൊണ്ട് അതാത് ചുവടുകളാം അരുത് എന്ന് ഭഗവാൻ അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ചുവടുകളെയൊക്കെ ഇങ്ങനെ ആവട്ടെ, അങ്ങനെ വേണ്ടാട്ടോ എന്നിങ്ങനെ നിയന്ത്രിച്ച് ഇടപെടുന്ന ഒരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമല്ലേ എന്ന് ചോദിക്കുക. ഋഷികേശ പാഞ്ചജന്യം, ദേവദത്തം ധനഞ്ജയ. ഭീമസേനനെ വിളിക്കാൻ പറ്റിയ ഒരു ശംഖം തന്നെ വേണമെന്ന് പറയുക. ഏതാ ശംഖ്? പൗണ്ഡ്രം. അത് കേൾക്കുമ്പോൾ തന്നെ എടുത്താൽ പൊന്താത്ത ഒരു ശംഖാണെന്ന് തോന്നുന്നില്ലേ ചോദിക്കുക.
പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാ വൃകോദര. വൃകോദരൻ എന്ന് പറഞ്ഞാൽ ചെന്നായയുടെ വയറ് പോലെയുള്ള വയറുള്ളവൻ. ഭീമസേനൻ നല്ല സ്ഥൂല ശരീരമൊക്കെയാണ്, പക്ഷെ വയറ് ചെന്നായയുടേത് പോലെയാണ്. എന്തും ദഹിക്കും. പിന്നെ കൊടവയറല്ല എന്ന് പറയും. നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. വൃകോദര ഭീമകർമ്മ, ഭീമങ്ങളായ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സമർത്ഥനായിട്ടുള്ള വൃകോദരൻ ഭീമസേനൻ പൗണ്ഡ്രം എന്ന ശംഖം എടുത്ത് മുഴക്കി. അത് ഗംഭീരമായിട്ടുള്ള ഒരു ശബ്ദം മുഴങ്ങിയിട്ടുണ്ടാവില്ലേ ചോദിക്കുക. തുടർന്ന് അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖത്തെ മുഴക്കി. അതെന്താ കുന്തിപുത്രോ എന്ന് പറയാൻ കാരണം? അടുത്ത് പറയുന്ന രണ്ട് പേരുകൾ മാതൃപുത്രന്മാരാണ്. അതുകൊണ്ട് ഇവിടെ ഒന്ന് വകതിരിച്ചതാണ്. അങ്ങനെയൊക്കെ ചില കൗശലങ്ങൾ രചയിതാക്കൾ പ്രയോഗിക്കാറുണ്ട്. ശ്രദ്ധയുള്ളവർ മനസ്സിലാക്കും, ഇല്ലാത്തവർ അതിങ്ങനെ അക്ഷരം തേക്കാൻ വേണ്ടി എഴുതി വെച്ചതാന്ന് പറയുന്നത്. ഇപ്പൊ കുന്തിപുത്രോ യുധിഷ്ഠിര, കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖത്തെ മുഴക്കി. നകുല സഹദേവശ്ച, നകുലനും സഹദേവനും സുഘോഷ മണിപുഷ്പകവും, സുഘോഷമെന്നും മണിപുഷ്പകമെന്നുമുള്ള ശംഖങ്ങളെ യഥാക്രമം മുഴക്കി. ഇങ്ങനെ ശംഖം മുഴക്കിയതിൻ്റെ കഥ തുടരുന്നു. അതിനിടയ്ക്ക് മറ്റൊരു നിരീക്ഷണം. എന്താ നിരീക്ഷണം? ആധ്യാത്മിക ജീവിതത്തിൽ സമഗ്രമായ സമീപനം വേണം. അക്കാര്യത്തെ ധ്വനിപ്പിക്കുമാറ് ഈ ശംഖധ്വനികളെ വിലയിരുത്താവുന്നതാണ്. അങ്ങനെ ഒരു ആചാര്യന്റെ നിരീക്ഷണം. ആലോചനാമൃതമാണ്, പ്രയോജനപ്പെടുത്താം. ഇങ്ങനെയൊക്കെ പല നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്തിനാ? നമുക്കും നമ്മുടെ പ്രകാരത്തിൽ ഇതുപോലെയൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കട്ടെ. ഇതാണ് ഇതിഹാസ വിചാരം അല്ലെങ്കിൽ ദാർശനിക ഗ്രന്ഥങ്ങളുടെ മനന രീതി. ഇപ്പോൾ ഒരാചാര്യൻ നോക്കിക്കണ്ട് പറയുന്നു, സമഗ്ര സമീപനം ജീവിതത്തിൽ പുലർത്തണം. എന്താ സമഗ്ര സമീപനത്തിൻ്റെ രീതി? വ്യക്തിത്വങ്ങളുടെ പല തലങ്ങൾ, ശാരീരിക വ്യക്തിത്വം, അതുപോലെ മനോവ്യക്തിത്വം, ബൗദ്ധിക വ്യക്തിത്വം, ആത്മീയ വ്യക്തിത്വം, ഇങ്ങനെ തലങ്ങളില്ലേ? ഈ തലങ്ങളെയൊക്കെ സംബന്ധിക്കുന്ന സമീപനം, ഇത് ഈ ശംഖുലിയുമായി ബന്ധപ്പെടുത്തി ആലോചിക്കാവുന്നതാണ്. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി എന്നുള്ളത് ആത്മീയ വ്യക്തിത്വത്തിൻ്റെയും ബൗദ്ധിക വ്യക്തിത്വത്തിൻ്റെയും പ്രകടനം. ദേവദത്തം ഇന്ദ്രൻ സമ്മാനിച്ച ശംഖം വിളിച്ചു എന്ന് പറയുന്നത് മനോവ്യക്തിത്വത്തെ ഏകോപിപ്പിച്ചതായിട്ട് എണ്ണാമെങ്കിൽ, പൗണ്ഡ്രം എന്നുള്ളത് ഭീമസേനൻ കായക്കരുത്ത് പ്രതിനിധാനം ചെയ്യുന്നു. ശാരീരിക വ്യക്തിത്വത്തെ ഉദാത്തമായ കാര്യത്തിന് വേണ്ടി ഏകോപിപ്പിച്ചിരിക്കുന്നു. അനന്തവിജയം എന്നുള്ളത് ധാർമ്മിക വിജയമാണ്. അനന്തവിജയം സാധ്യമാവണമെങ്കിൽ അത് ധാർമ്മിക വിജയം തന്നെയാവണം. എന്താ അനന്തവിജയം എന്ന് പറഞ്ഞ അർത്ഥം? പരാജിതരില്ലാത്ത വിജയം. പരാജിതരുണ്ടെങ്കിൽ നേടിയ വിജയം എപ്പോഴും ചോദ്യം ചെയ്യപ്പെടും. ഇക്കാലത്ത് മാനേജ്മെന്റ് സിദ്ധാന്തത്തിൽ അവര് വിൻ വിൻ സിറ്റുവേഷൻ, വിൻ വിൻ അപ്രോച്ച് എന്നിങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നത് ശ്രദ്ധേയമാണ്. എന്ന് പറഞ്ഞാൽ ഞാനും ജയിച്ചു, പ്രതിദ്വന്ദിയും ജയിച്ചു. ഇരുവരുടെയും ജയം ഉറപ്പാക്കുന്ന സമീപനത്തിന് രണ്ടുപേരുടെയും തലങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു തലത്തെ പരിഗണിക്കണം. അന്നിലയിൽ പരിഗണിക്കാൻ ധർമ്മപുത്രർക്ക് സാധിക്കുമായിരുന്നു. അതാണ് അനന്തവിജയം എന്ന പ്രയോഗം കൊണ്ട് ധ്വനിപ്പിച്ചിരിക്കുന്നത്. അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര. അനന്തവിജയം, ഇത് നമുക്കൊക്കെ പ്രചോദനമരുളട്ടെ. വീട്ടിൽ നമ്മുടെ വിജയങ്ങൾ അനന്തവിജയമാവട്ടെ.
നാം വ്യവഹരിക്കുന്ന മറ്റു മേഖലകളിൽ നമ്മുടെ വിജയങ്ങളൊക്കെ അനന്ത വിജയമായി ആഘോഷിക്കപ്പെടാൻ സാധിക്കുമാറാവട്ടെ. ഒന്ന് മനസ്സിരുത്തിയാൽ സാധിക്കുന്ന കാര്യമാണ്. കുറച്ചൊരു സാവകാശമുണ്ടെങ്കിൽ നേടിയെടുക്കാവുന്നതാണ്. മനസ്സിലാവണില്ലേ? ഇനി കുടുംബ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ സംബന്ധിക്കുന്ന സൂചന നൽകിക്കൊണ്ട് കൂടുതൽ ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ. എന്താ കുടുംബ പശ്ചാത്തലത്തിലെ ഉഭയ വിജയ സമീപനം? വിൻ വിൻ അപ്രോച്ച്, ഉഭയ വിജയ സമീപനം. രണ്ട് പാർട്ടിയും ജയിക്കുന്നു. ഒരു കാര്യത്തെ സംബന്ധിച്ച് കുടുംബത്തിൽ ചർച്ചയുണ്ടായി, ബഹളമുണ്ടായി. അതിൽ ഒരംഗം വിജയിക്കണു എന്ന് വിചാരിക്കുക. കുടുംബത്തിൽ ഒരു വിഷയത്തെ ചൊല്ലി ചർച്ച, ബഹളം ഉണ്ടായി. ഒടുവിൽ വാദകോലാഹലങ്ങൾക്കൊടുവിൽ ഒരാൾ വിജയിച്ചു. ആ വിജയത്തെ എങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തും? ഉത്തരം: കുടുംബം പരാജയപ്പെട്ടു, ഒരു വ്യക്തി വിജയിച്ചു. ശരിയല്ലേ? അതാരായാലും ശരി. കുടുംബത്തിലാവുമ്പോൾ കുട്ടികളുണ്ടാവാം, ഭാര്യാഭർത്താക്കന്മാരുണ്ടാവാം, അവരുടെ അച്ഛനമ്മമാരുണ്ടാവാം, ആരും ആവട്ടെ. ഒരു വാദപ്രതിവാദത്തിൽ ഒരാൾ വിജയിച്ചു, അയാളുടെ അഭിപ്രായത്തെ സ്ഥാപിച്ചെടുത്തു എന്ന് വിചാരിക്കുക. കുടുംബം പരാജയപ്പെട്ടു, അയാൾ വിജയിച്ചു. പകരം നമ്മൾ എന്താണ് ഉറപ്പാക്കേണ്ടത്? കുടുംബം വിജയിക്കണം. അത് പക്ഷേ എല്ലാവരുടെയും വിജയമായിരിക്കും. പലപ്പോഴും ഞാൻ ഒരാൾ വിജയിച്ചാൽ ആ വിജയത്തെ പ്രകടിപ്പിക്കാൻ ഞാൻ മനസ്സിരുത്തും, അവസരം കിട്ടുമ്പോഴൊക്കെ. ഇങ്ങനെ നമ്മൾ കുടുംബത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് അപകടം. കേട്ടില്ലേ? പരാജയപ്പെട്ട ഒരാളോട് നമ്മൾ വല്ലാത്ത സഹതാപം കാണിക്കും. ആ സഹതാപം പരോക്ഷമായിട്ടാണ് നമ്മൾ നമ്മുടെ വിജയാഭിമാനമായിട്ട് കാണിച്ചു കൊടുക്കുക. പ്രത്യക്ഷത്തിൽ സഹതാപം കാണിക്കും, പരോക്ഷമായിട്ട് ഇൻഡയറക്ട്ലി നമ്മുടെ വിജയാഭിമാനവും പ്രകടിപ്പിക്കും. പരാജയപ്പെട്ടു എന്ന് പറയാൻ എന്താ അർത്ഥം? എന്തോ ഒരു അബദ്ധം പറ്റിയെന്നല്ലേ? നമ്മൾ ഓടിപ്പോയി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അത് കേട്ടാൽ മതിയായിരുന്നു, സാരില്ല കേട്ടോ എന്ന് ആശ്വസിപ്പിക്കുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്നുള്ളിടത്താണ് ഊന്നൽ. അത് വീണ്ടും പരാജിതനെ നോവിക്കുകയും. ഇതുപോലെയുള്ള നോട്ടക്കുറവുകൾ മനസ്സിരുത്തി തിരുത്തിക്കൂടെ? ആരും പരാജയപ്പെടേണ്ട, കുടുംബം വിജയിച്ച് പരിലസിക്കട്ടെ. അങ്ങനെ ഒരു ശ്രദ്ധ പുലർത്താവുന്നതേ ഉള്ളൂ. അനന്തവിജയം എന്നുള്ളത് നല്ലൊരു പ്രയോഗമാണ്, പ്രായോഗികമാക്കാവുന്നതാണ്. അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ. ഇനി സാഹിത്യത്തിനും സംഗീതത്തിനും കലകൾക്കും ഒക്കെ ആധ്യാത്മിക ജീവിതത്തിൽ വേണ്ട പ്രാധാന്യം ഉണ്ടാവട്ടെ എന്ന് ധ്വനിപ്പിക്കുമാറ് നകുല സഹദേവന്മാരുടെ ശംഖങ്ങൾക്ക് സുഘോഷം മണിപുഷ്പകം എന്ന് പേര്. അവിടെ സൗന്ദര്യമുണ്ട്, സൗകുമാര്യതയുണ്ട്, സംഗീതമുണ്ടെന്ന് ചിന്തിക്കാം. ഇങ്ങനൊരു സമഗ്ര സമീപനം, അതാണ് ആധ്യാത്മികതയുടെ കാതലാവേണ്ടത്. മറിച്ച് ലൗകികമെന്ന് അവഗണിക്കുക, ആത്മീയത എന്നത് പിന്മാറ്റമായിട്ട് വിചാരിക്കുക, ഇതൊക്കെ വലിയ വലിയ താളഭംഗങ്ങൾ സൃഷ്ടിച്ചു കളയും സമാജത്തിൽ, അഥവാ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ അപകടങ്ങളൊക്കെ തിരുത്താൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒരു വിചാരത്തിനും കൂടി ഈ ശംഖധ്വനിയുടെ പാഠം പ്രയോജനപ്പെടുത്താം. തുടരുന്നു ശംഖധ്വനികൾ. കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ധൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹുഃ ശംഖാൻ ദദ്ധ്മുഃ പൃഥക് പൃഥക് സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ
തുമുലോ വ്യനുനാദയൻ. നേരത്തെ ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് മുന്നിൽ ആരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ശംഖം വിളിച്ചതായിട്ട് സഞ്ജയൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദുര്യോധനൻ്റെ ഒരു അസസ്മെന്റ് വളരെ ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയും. അവരുടെയൊക്കെ പേര് അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒറ്റ പേരും കൂടിയേ വന്നിട്ടുള്ളൂ. അത് അവിടെ ഉപയോഗിക്കാത്ത പേര് ശിഖണ്ഡിയുടേതാണ്. അത് ദുര്യോധനൻ വിട്ടുപോയതായിരിക്കും. ഭീഷ്മമേവാഭിരക്ഷന്തോ എന്ന് പറഞ്ഞപ്പോൾ ശിഖണ്ഡിയെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവണം. ഏതായാലും അവിടെ പറഞ്ഞ പേരുകളൊക്കെ താരതമ്യം ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാ പേരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാശ്യശ്ച, കാശി രാജാവിനും അതുപോലെ ശിഖണ്ഡിക്കും വിശേഷണമുണ്ട്. പരമേശ്വാസ കാശ്യ, വീണ്ടും പരമമായ വില്ല്, ആയോധന വിദ്യയിൽ സമർത്ഥൻ, വില്ലാളി വീരൻ ആയിട്ടുള്ള കാശി രാജാവ്. മഹാരഥ ശിഖണ്ഡി, 10,000 പേരോടൊപ്പം യുദ്ധം ചെയ്യാൻ സമർത്ഥനാണ് ശിഖണ്ഡിയും എന്നിവിടെ ധ്വനിപ്പിച്ചു. ദുര്യോധനൻ പറയാത്തത് സഞ്ജയൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെയോ ധൃഷ്ടദ്യുമ്നൻ, വിരാടൻ, സാത്യകി, ദ്രുപദൻ, ദ്രൗപദേയർ, അതുപോലെ മഹാബാഹുവായിട്ടുള്ള സൗഭദ്രൻ, സുഭദ്രാപുത്രൻ, സർവശഃ ഇവരൊക്കെ പാഞ്ചാലിപുത്രന്മാരും സുഭദ്രയുടെ പുത്രനും ധൃഷ്ടദ്യുമ്നനും വിരാടനും സാത്യകിയും ദ്രുപദനും അതുപോലെ കാശി രാജാവും ശിഖണ്ഡിയും എല്ലാവരും എല്ലായിടത്തു നിന്നും എന്ന് പറഞ്ഞാൽ അവരവരെ നിന്നയിടത്ത് നിന്ന് പൃഥക് പൃഥക് വേറിട്ടറിയാമായിരുന്നു ഇവരുടെയൊക്കെ ശംഖനാദം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു താളം ഉണ്ടായിരുന്നു. ഒരേ സമയത്ത് 2 പേര് മുഴക്കി പോയിട്ടില്ല. അവിടെ അവർ പരസ്പര ബഹുമാനം നിലനിർത്തി എന്ന് പറയും. ഒരാൾ മുഴക്കി കഴിഞ്ഞപ്പോൾ അടുത്ത ആള്, ആ ക്രമത്തിൽ പൃഥക് പൃഥക് വേറെ വേറെയായിട്ട് ശംഖാൻ ദദ്മുഹു, ശംഖങ്ങളെ മുഴക്കി. അതിൻ്റെ പരിണിത ഫലം എന്താണ് എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അന്ധന്റെ ബധിര കർണങ്ങളിലായി പെടുത്തിയത് എന്ന് പറയും. കണ്ണും കാണില്ല, ഈ പറഞ്ഞത് കേട്ടിട്ടുമില്ല എന്ന് പറയും. ഇതൊക്കെ കേട്ടാൽ ഉടനെ തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ലേ, നീ എങ്കിലും യുദ്ധം മതിയാക്കുക എന്ന് ഇടപെട്ടൂടെ? ചെയ്യില്ല. ബധിര കർണങ്ങളിൽ പതിഞ്ഞു. എന്താ പറഞ്ഞത്? ആ ശബ്ദം ഉണ്ടായിരുന്നല്ലോ, ആ ശബ്ദം ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാൻ കാരണം എന്താ? ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യമാണ്. 8-9 ദിവസം കഴിഞ്ഞു, അന്നേ നടന്നതാ. ആ ശബ്ദം എന്താ സംഭവിച്ചു? സഘോഷോ, ആ ശംഖധ്വനികൾ ധാർത്തരാഷ്ട്രാണം ഹൃദയാനി വ്യതാരയത്, ആകാശത്തെയും ഭൂമിയെയും ഒക്കെ മാറ്റൊലിക്കൊള്ളിച്ചുകൊണ്ട് ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയത്തെ പിളർന്നു. ഹേ ധൃതരാഷ്ട്രേ എന്നാണ് സഞ്ജയ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സഘോഷോ ധാർത്തരാഷ്ട്രാണം ഹൃദയാനി വ്യതാരയത്. ധാർത്തരാഷ്ട്രന്മാരെന്ന് പറഞ്ഞാൽ ദുര്യോധനാദി പ്രവൃത്തികൾ. ദുര്യോധനാദി പ്രവൃത്തികളുടെ ഹൃദയത്തെ അത് കീറി മുറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? വലിയ ഭീഷണമായി അവർക്ക് അനുഭവപ്പെട്ടു. സഘോഷോ നഭഹാച്ച പൃഥിവീം ച വെനുനാദയൻ, ഭൂമിയെയും ആകാശത്തെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്. ചില ആചാര്യന്മാർ പറയണത് ഇതെല്ലാം കൂടി ഒരു പ്രണവധ്വനിയായി മുഴങ്ങിയെന്നാണ്, അനാഹതനാഥമായി മുഴങ്ങിയെന്നാണ്. യോഗികൾക്കൊക്കെ അനുഭവപ്പെടുന്ന പ്രകാരത്തിൽ അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനം. നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ, അവിടെയൊക്കെ മാറ്റൊലിക്കൊണ്ടുകൊണ്ട് ധാർത്തരാഷ്ട്രന്മാർക്ക് ഭീഷണമായ ഒരു സന്ദേശവും ഈ ശംഖൊലി പ്രദാനം ചെയ്യും. ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് ശംഖങ്ങൾ മാത്രമേ മുഴങ്ങിയിട്ടുള്ളൂ. അച്ചടക്കത്തിൻ്റെ ലക്ഷണമാണ്. ഓരോന്നും മാറി മാറി മുഴങ്ങി എന്ന് പറഞ്ഞാൽ അവരവർക്കുള്ള സ്പേസ് അനുവദിക്കപ്പെട്ടു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഐക്യവും ശ്രദ്ധേയമാണ്. സഞ്ജയന്റെ ആർജവത്വം, സഞ്ജയൻ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയണില്ല, പറയേണ്ടത്
കൃത്യമായി തന്നെ പറയുന്നു എന്ന ആർജവത്വം, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് ഇവിടെ ശ്രദ്ധേയമാണ്. ഒരു കോലാഹലമായി അവസാനിച്ചില്ല, ബഹളമായി തീർന്നില്ല, മറിച്ച് ദൗത്യം നിർവഹിച്ചതുപോലെ ആസുര ബുദ്ധികൾക്ക് മർമ്മഭേദകമായി ഈ ശംഖുലി മുഴങ്ങി. ആസുര ബുദ്ധികൾക്ക് മർമ്മഭേദകമായി. സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രണവധ്വനിയായി, ആസ്വാദ്യകരമായി, ആശ്വാസമായി അനുഭവപ്പെട്ടു. സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വെനുനാദയെന്ന്. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവ ഋഷികേശം തദാ വാക്യം ഇദമാഹ മഹീപതേ. ഹേ മഹീപതേ, അങ്ങിപ്പോഴും മഹീപതിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഏറെ കാലമൊന്നും ഇരിക്കില്ല. ഹേ മഹീപതേ, ധൃതരാഷ്ട്രയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സഞ്ജയൻ തുടരണു. അധ, ഇവിടെ അധപ്രയോഗത്തെയും സജ്ജനങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ശ്രദ്ധിക്കുക. കാരണം എന്താണ്? ഉപദേശത്തോട് അടുക്കാറായി. നേരത്തെ ഉയർത്തപ്പെട്ട് തുടങ്ങിയ തിരശീല കുറച്ചുകൂടി ഉയർന്നു. നേരത്തെ ആ കുതിരകളെ കാണിച്ചപ്പോൾ കുറച്ച് ഉയർന്നുണ്ടായിരുന്നു, ഇപ്പൊ ദാ വീണ്ടും ഉയർന്നു എന്ന് പറയും. അധ, അധ മംഗള ശബ്ദമാണ്. സൃഷ്ടി ആരംഭിച്ചതേ ബ്രഹ്മാവ് ഓ അധ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രേ. അതുകൊണ്ട് അധശബ്ദത്തിന് ഒരു മംഗള ശബ്ദം എന്നുള്ള പദവിയുണ്ട്. അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്വ, ആയുധ പ്രയോഗങ്ങൾ ആരംഭിച്ചു. ആരംഭിക്കാനിരിക്കെ. എന്താ കാരണം? ഭീഷ്മര് ശംഖം മുഴക്കിയതോടെ തങ്ങൾ സജ്ജരാണ് എന്നുള്ളതാണ് സന്ദേശം. പാണ്ഡവപക്ഷവും മുഴക്കിയപ്പോൾ ഇനി കാലതാമസമില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇവിടെ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ഗീതോപദേശം വരുന്നൊന്നും ആരും അറിഞ്ഞില്ലല്ലോ. ിങ് ആരംഭിക്കേ വേണ്ടൂ എന്ന് പറയാം. വെട്ടിവെപ്പ് തുടങ്ങിയാൽ മതി. അന്നിലയ്ക്ക് കാര്യങ്ങൾ എത്തി നിൽക്കേ. അഥ വ്യവസ്ഥിതാൻ ധാർത്തരാഷ്ട്രാൻ ദൃഷ്ട്വാ, അണിനിരന്നിരിക്കുന്ന ദുര്യോധന പടയെ കണ്ടിട്ട്. കപിധ്വജഃ, ഇത് വനപർവത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വനപർവത്തിൽ വാനരശ്രേഷ്ഠനായ സാക്ഷാൽ ഹനുമാൻ ഭീമസേനന് വാക്കുകൊടുത്തിട്ടുണ്ടത്രേ. യുദ്ധസന്ദർഭത്തിൽ കൊടിയടയാളമായി പരിശോഭിച്ചോളാം. അർജുനന്റെ തേരിൽ നാട്ടിയിരിക്കുന്ന കൊടിയിൽ സാക്ഷാൽ ഹനുമാൻ തന്നെ എഴുന്നള്ളി ഇരിപ്പാണ്. അതൊക്കെ എന്തിനപ്പ ഇവിടെ പറയുന്നതെന്നാണെങ്കിലോ, അത്രയും അർജുനൻ സന്നദ്ധരായിരുന്നു യുദ്ധത്തിൽ പോരാടാനും വിജയം വരിക്കാനും സജ്ജനായി തന്നെ ഇറങ്ങിയവനായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് വിശേഷണങ്ങളൊക്കെ ഉപയോഗിച്ചത്. കപിധ്വജഃ, കപിധ്വജൻ വ്യവസ്ഥിതാൻ ദൃഷ്ട്വ, ഈ ഹനുമാനെ തൻ്റെ കൊടിയിൽ മുദ്രയായി ആവാഹിക്കാൻ കഴിഞ്ഞ അർജുനൻ എത്ര യോഗ്യനാണ്! കാരണം ഹനുമാനെ പരമയോഗ്യൻ. ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകത്തിൽ ബലം എന്ന് ഭഗവാൻ തൻ്റെ വൈഭവത്തെ വർണ്ണിക്കുന്നുണ്ട്. എങ്ങനെയുള്ള ബലം എന്നുള്ള വിശേഷണം 11-ാം ശ്ലോകത്തിൽ 7-ാം അധ്യായത്തിൽ കാമരാഗ വിവർജിതം ബലം. കാമരാഗ വിവർജിതമായ ബലത്തിന് ഉത്തമ ദൃഷ്ടാന്തമായി ഹനുമാൻ പരിലസിക്കുന്നു. ശ്രീരാമചന്ദ്ര പ്രഭുവിന് സീതയെ വീണ്ടെടുത്തു കൊടുത്ത വീരൻ കപിധ്വജൻ.
17-ാം അധ്യായത്തിൽ 5-ാം ശ്ലോകത്തിൽ ദംഭാഹങ്കാര സംയുക്ത കാമരാഗ ബലാന്വിത എന്ന് ഇതിന്റെ വിപരീതം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ബലം, കാമരാഗബലം. ഹനുമാന്റെ ബലമാകട്ടെ കാമരാഗ വിവർജിതം. അത് വളരെ കേമം ശ്രേയസ്കരം. അങ്ങനെ നമ്മുടെ ബലങ്ങളെയൊക്കെ, നമ്മുടെ വേഗങ്ങളെയൊക്കെ, നമ്മുടെ ആവേഗങ്ങളെയൊക്കെ, നമ്മുടെ പ്രചോദനങ്ങളെയൊക്കെ, നമ്മുടെ ഡ്രൈവുകളെ സംസ്കരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. അതൊക്കെ ഓർമ്മിക്കാൻ നിറയെ. ഏതായാലും അർജുനന്റെ കൊടിയടയാളമായി സാക്ഷാൽ ഹനുമാൻ ശോഭിക്കുന്നു. ഇങ്ങനെ കവിധ്വജനായ അർജുനൻ ധനുഹു ഉദ്യമ്യ, ഞാണൊക്കെ കെട്ടി ഉറപ്പിച്ച വില്ലിങ്ങനെ എടുത്തു പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് റെഡിയായി ആ മട്ടിൽ. പക്ഷേ ഋഷികേശം, ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ അധിനായകനായ ഭഗവാനോട് തഥാ വാക്യം ഇതം ആഹ മഹീപതേ, ആ സമയത്ത് ഇങ്ങനെ ഒരു വാക്യത്തെ പറഞ്ഞു. എങ്ങനെ ഒരു വാക്യത്തെ പറഞ്ഞു? സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത. ഹേ അച്യുത, ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലായി എൻ്റെ തേരിനെ കൊണ്ട് നിർത്തിയാലും എന്ന വാക്യത്തെ പറഞ്ഞു. ഈ വാക്യം പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമുക്ക് വിചാരം ചെയ്യേണ്ടതുണ്ട്. വളരെ പ്രയോജനപ്പെടും ജീവിത ആയോധനത്തിലും. നമ്മളൊക്കെ അങ്ങനെ ഒരു യുദ്ധത്തിൽ തന്നെയാണല്ലോ, സൂക്ഷ്മമായ ഒരു ആയോധനത്തിൽ, സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മാർഗദർശകമായിട്ടുള്ള ഒരു വസ്തുതയാണ് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ടത്. രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ തേരിനെ കൊണ്ട് നിർത്തിയാലും എന്ന്. ഇങ്ങനെ അർജുനൻ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഭഗവാനാൽ നയിക്കപ്പെടുന്നു. പ്രതിസന്ധിയെ സംബന്ധിച്ച് സംഭവിച്ച രംഗനാഥാനന്ദ സ്വാമിജി അതിഗംഭീരമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ആവർത്തിച്ച് ഓർമ്മിക്കേണ്ട പാഠം. സ്വാമിജി പറയുന്നു, പ്രതിസന്ധി സൃഷ്ടിയുടെ അഗ്രദൂതനാണ്. പ്രതിസന്ധി സൃഷ്ടിയുടെ അഗ്രദൂതനാണ്. ഏത് പ്രതിസന്ധിയിലും ഒരു സൃഷ്ടിക്ക് സാധ്യതയുണ്ട്. അങ്ങനെ മനോഹരമായ ഒരു സൃഷ്ടിയാണ് ഭഗവത് ഉപദേശം, ഗീതോപദേശം സംസൃഷ്ടമാവുന്നു. അവിടേക്ക് നമുക്ക് കുതിക്കാം. അർജുനനോടൊപ്പം ഭഗവാൻ തെളിക്കുന്ന തേരിൽ സേനയോരുഭയോർ മധ്യേ മേ രഥം സ്ഥാപയ ഹേ അച്യുത.